സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ PSC നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്ലാനിംഗ് ബോർഡ് പരീക്ഷയിലെ റാങ്ക് പട്ടികയിൽ 1ഉം 2ഉം സ്ഥാനത്തെത്തിയ ഉദ്യോഗാർത്ഥികളുടെ മാർക്കും സർട്ടിഫിക്കറ്റുകളും നൽകണമെന്നായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. റാങ്ക് പട്ടികയിൽ 3ആം സ്ഥാനത്തുള്ള ഉദ്യോഗാർത്ഥി നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് കമ്മീഷൻ വിവരങ്ങൾ നൽകാൻ നിർദ്ദേശിച്ചത്. എന്നാൽ മറ്റു ഉദ്യോഗാർത്ഥികളുടെ മാർക്കും സർട്ടിഫിക്കറ്റുകളും 3ആം കക്ഷിയുടെ വ്യക്തിഗത വിവരങ്ങളാണെന്നും ഇവ പുറത്തുവിടുന്നതിന് നിയമപരമായ നിയന്ത്രണങ്ങൾ ഉണ്ടെന്നുമാണ് PSCയുടെ വാദം. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് PSCയുടെ ആവശ്യം. കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനി പോൾ തന്നെയാണ് നമ്മളുമായി വീണ്ടും ചേരുന്നത്. ഡാനി, ഉദ്യോഗാർത്ഥികളുടെ മാർക്കും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും ഒക്കെ നൽകാനാവില്ലെന്നാണ് PSCയുടെ നിലപാട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള സാഹചര്യം? ഇതിൽ PSC ഇതുമായി ഒരു നിലപാടെടുത്തിരിക്കുന്നത് ഇത് അവരുടെ ഇത്തരം ഉത്തരങ്ങൾ നൽകുന്നത് അത് മറ്റൊരു രീതിയിൽ PSCയുടെ പ്രവർത്തനങ്ങളെ അടക്കം ബാധിക്കും. അത് മാത്രവുമല്ല, ഇത് നിലവിലുള്ള നിലപാടുകൾക്ക് നയങ്ങൾക്ക് വിരുദ്ധമാണ്. അത് ഒരു സ്വകാര്യ വ്യക്തിയുടെ അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നതിലേക്ക് അടക്കം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടും എന്നതാണ് PSC പറയുന്നത്. അത് അവരുടെ ഒരു ന്യായമായിട്ടും അവരുടെ ഭാഗമായിട്ടും പറയുകയും ചെയ്യുന്നു. ഈ പരാതിക്കാരൻ ഈ കാര്യങ്ങളിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 1ഉം 2ഉം റാങ്ക് കിട്ടിയ ആളുകളുടെ അവരുടെ പേപ്പർ 1, പേപ്പർ 2, അതോടൊപ്പം തന്നെ അവരുടെ അഭിമുഖം, ഇന്റർവ്യൂ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 3 വിഭാഗങ്ങളിലും അവരുടെ മാർക്കുകൾ എന്താണ്, അവരുടെ വിവരങ്ങൾ എന്താണ് എന്നതാണ് ഈ മറ്റൊരാൾ വിവരാവകാശ പ്രകാരം തന്നെ 3ആം റാങ്ക് ലഭിച്ചയാൾ ചോദിച്ചിരിക്കുന്നത്. PSC പറയുന്നത് ഇതൊരു പുതിയ പ്രവണതയ്ക്ക് തുടക്കമിടും. കാരണം ഇത് ഒരുപാട് വിവരാവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇനി ഇത് തുടങ്ങി വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും ചെയ്യും. പലരും തന്നെ ഇത്തരം ആവശ്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് PSCയുടെ അടക്കമുള്ള ഒരു പ്രവർത്തനങ്ങളെ അടക്കം ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് അംഗീകരിക്കാനാവില്ല, അല്ലെങ്കിൽ ഇത് അനുവദിക്കാനാകില്ല എന്നതാണ് PSCയുടെ ഒരു നിലപാടായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ നേരത്തെ PSCയോട് ഈ ഉദ്യോഗാർത്ഥി തന്നെ ഇത്തരം വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ അത് നൽകാൻ കഴിയില്ല എന്ന് PSC പറയുകയും ചെയ്തു. ഇതിനുശേഷമാണ് വിവരാവകാശ കമ്മീഷൻ അടക്കം സമീപിക്കുകയും വിവരാവകാശ കമ്മീഷൻ ഇത് രേഖകൾ നൽകാൻ ഉത്തരവിടുകയും ചെയ്തത്. ഇതിനെതിരെയാണ് PSC തന്നെ കോടതിയിലേക്ക് പോവുകയും ചെയ്തത്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇത്തരം വിവരങ്ങൾ നൽകിയാൽ അതൊരു പുതിയ രീതിക്ക് തന്നെ തുടക്കമാവുകയും ചെയ്യും. മാത്രമല്ല, ഇത് മറ്റൊരാളുടെ വിവരങ്ങളാണ്, മറ്റൊരു സ്വകാര്യതയുടെ കൂടി പ്രശ്നങ്ങൾ അവിടെയുണ്ട്. മറ്റ് ആളുകളുടെ വിവരങ്ങൾ കൂടി, അവരുടെ അഭിമുഖം, അവരുടെ പരീക്ഷ എന്നിവയുടെ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വിടുന്നത് അത് ഒരു പ്രസിദ്ധീകരിക്കുന്നതിന് തുല്യം എന്ന രീതിയിലേക്ക്, കൃത്യമായ രീതിയിലേക്ക് ആയിപ്പോകും. അപ്പോൾ ഇതൊരു രീതി തുറന്നു വെച്ചാൽ അത് കൂടുതൽ വിവരാവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരികയും PSCയുടെ തുടർ പ്രവർത്തനങ്ങളെ അടക്കം അത് ബാധിക്കുകയും ചെയ്യുന്നൊരു നിലപാടിലാണ് PSC ഉള്ളത്. എന്തായാലും അത് കോടതി അത് എങ്ങനെ സ്വീകരിക്കും, എങ്ങനെ മനസ്സിലാക്കുമെന്നത് തന്നെയാണ് ഇതിൽ ഒരു കാര്യമായിട്ട് വരുന്നത്. ഏതായാലും കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് വരുന്നുണ്ട്. ശരി, ഡാനി പോളാണ് നമ്മളുമായി ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.